പച്ച വീട്ടിലെ രോഹിത്, ഓൾസോ നോൺ ആസ് പ്രശ്നേഷ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ ഈ ആങ്ങളിയും പെങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഇവന് കുറച്ച് ഉളുപ്പുണ്ടോ? കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ ഇവൻ ഈ പെങ്ങളെക്കുറിച്ച് ഇങ്ങനത്തെ അപവാദങ്ങളും? ഒരു അമ്മ, ആ ഒരു ഭർത്താവില്ലാത്ത ഒരു അമ്മ ഒരു 2 മക്കളെ ഇത്രയും നോക്കി വളർത്തിയില്ലേ? ഇത്രയും നോക്കി വളർത്തിയിട്ട് അവൻ പെണ്ണ് കെട്ടിയപ്പോൾ അവൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറി. എന്തായാലും അവൻ്റെയൊക്കെ ഒരു കഥ. സോ ഇന്ന് അവൻ്റെ കഥയാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ അവൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സോ ലൈബി വള്ളിക്കാടിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അത് നോക്കിയിട്ടാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യുന്നത്. സോ അവർ കറക്റ്റായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് പറയുന്നുണ്ട്. സോ അത് നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, സോ നമുക്ക് ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതാക്കാം. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഇതിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളും മറക്കാതെ തന്നെ പങ്കുവച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ നമുക്ക് നേരെ അവൻ്റെ തന്നെ ഓക്കെ എന്തായാലും നമുക്ക് വേറെ വഴിയില്ല. എന്താ രാത്രി ഒന്ന് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല, ജീവിക്കണം മരിക്കണമെന്ന് അറിയാൻ മേലാത്ത ഒരവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി. നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? ഒരു മാനസികമായിട്ടൊരു വിഷമമുണ്ട്. നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് റോഷൻ്റെ അപരനാമത്തിലുള്ള പ്രശ്നേഷ്. പ്രശ്നേഷിൻ്റെ സഹോദരി റോഷ്നിയും അമ്മ രേവമ്മയാണ് എന്നോടൊപ്പം ഉള്ളത്. ഞങ്ങളെല്ലാം ആലപ്പുഴക്കാരാണ്. സ്വാഭാവികമായിട്ടും എന്തിനാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കുടുംബസ്ഥനാണ്. ഇന്നെൻ്റെ വിവാഹ വാർഷികമാണ്. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് നാട്ടുകാരെ അറിയിക്കണം, അല്ലെങ്കിൽ ആ പ്രശ്നത്തെ നമുക്ക് എങ്ങനെ ലഘൂകരിക്കാൻ കഴിയും, പരിഹരിക്കാൻ കഴിയും, അതിനു വേണ്ടി കൂടിയുള്ളൊരു വീഡിയോ ആയിട്ട് ഇതിനെ കാണുക. അല്ലാതെ വല്ലാണ്ട് പ്രശ്നേഷിനെതിരെയുള്ള ഒരു വീഡിയോ ആയിട്ട് ഇതിനെ കാണേണ്ട. മറിച്ച് ഒരു പെങ്ങൾക്കും അമ്മയ്ക്കും സംഭവിച്ച ബുദ്ധിമുട്ടുകൾ മറ്റൊരാൾക്ക് വരാതിരിക്കാൻ കൂടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. അമ്മ, ഇങ്ങനെയൊക്കെ വീഡിയോ ഉണ്ടായി നിങ്ങൾക്കെതിരെ, അച്ഛനെതിരെയൊക്കെ വ്യാപകമായ രീതിയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. തോന്നുമ്പോൾ സ്വന്തം മകനെന്ന രീതിയിൽ എന്താ തോന്നുന്നിപ്പോൾ? എൻ്റെ മകനെന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും വളർന്നു വരുന്ന ഒരു പിള്ളേരും ഇങ്ങനൊന്നും ചെയ്യരുത്. ഇപ്പം അവൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത്. നമ്മുടെ വീട് പോലും അല്ലത്, പണയോ ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നത്. അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവൃത്തിയുടേതാണ് അവനെ നാട്ടുകാർ ഓടിച്ചു വിട്ടത്. അതിൻ്റെ പേര് ഞങ്ങൾക്ക് എതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോ ഇട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല, ജീവിക്കണം മരിക്കണമെന്ന് അറിയാൻ മേലാത്ത ഒരവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി. ആരോട് പറയും, എന്ത് ചെയ്യും? നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? ഒരു പെങ്ങളെക്കുറിച്ച് ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്നത്. അവൾക്ക് നാളെ ഒരു ഭാവി വേണ്ടേ? അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക. ആരാണ് അവരെ സംരക്ഷിക്കുന്നത്? ഈ പെങ്ങൾക്കെതിരെ. സോ പെങ്ങൾക്കെതിരെ എന്തൊക്കെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സോ പെങ്ങൾക്കെതിരെ മറ്റു പുരുഷന്മാരായിട്ട് ബന്ധമുണ്ട്. അതേപോലെ തന്നെ ഇവൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇവൻ പെങ്ങൾ രാത്രി ഫോണിൽ നോക്കി മറ്റുള്ള ആണുങ്ങളായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളാണ് സ്വന്തം പെങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്ന് ആലോചിക്കണം കേട്ടോ. സോ ഇവൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഇപ്പോൾ പൊങ്ങി വന്നൊരു കഥയാണ്. അതായത് ഫോർച്യൂണർ, മറ്റ് പ്രവീണും പ്രണവിനെയൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. അവരൊരു ഫോർച്യൂണർ വാങ്ങി ഒന്നായി. സോ അതേപോലത്തെ ഒരു കഥ ഉണ്ട് ഇതിന് പിന്നിൽ. പക്ഷേ എനിക്കിത് അതേപോലെയായിട്ടും തോന്നണില്ല, കാരണം ഇത് സീരിയസ് ആയിട്ടുള്ളതാണ്. ഇതിൽ മെയിനായിട്ട് എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ അവന് പുറത്ത് പോകണം. ആ കഥ ഇനി വരുന്നുണ്ട് കേട്ടോ. അത് നമുക്കിതിൽ റിയാക്ട് ചെയ്യാനുള്ളതാണ്. സോ ഇവന് കുറച്ചധികം സംഭവങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ വിടാതെ നോക്കണം കേട്ടോ. സോ മറക്കാതെ തന്നെ ഫുള്ളായിട്ട് വീഡിയോ കണ്ടോ. നമ്മൾ ആ ഒരു കാര്യം കൂടി റിയാക്ട് ചെയ്യും. ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യമേ ഒരു ചേട്ടൻ അനിയത്തി എന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ മനോരമയിലടക്കം നിങ്ങളെക്കുറിച്ച് ഫീച്ചറുകളൊക്കെ വന്ന നല്ല രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ അകലുന്നു. എന്തായിരുന്നു എൻ്റെ റീസൺ? എന്താണ് ശരിക്കും പറഞ്ഞാൽ? സംഭവം പറഞ്ഞാൽ അവന് പൈസ വേണം. അതായത് ഭാര്യയുടെ കൂടെ വെളിയിൽ പോകണം. വെളിയിൽ പോകാനായിട്ട് പൈസ വേണം. അതിൽ എൻ്റെ ഗോൾഡിൽ നല്ല നോട്ടം ഉണ്ടായിരുന്നു. അമ്മ അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ ദേഷ്യം അമ്മയോടും ഉണ്ട്. ഈ റോഷൻ്റെ വൈഫ് നേഴ്സാണ് അല്ലേ? അപ്പോൾ അവർക്ക് വിദേശത്തേക്ക് യൂറോപ്പിലേക്ക് പോകാനാണ്. എങ്ങനെ തുടങ്ങുന്നത്? അങ്ങനെ ഈ വിഷയം തുടങ്ങുന്നത് എങ്ങനെ? വിഷയം എന്ന് വെച്ചാൽ ഒരു ദിവസം അമ്മയടുത്ത് ഭയങ്കരമായിട്ടും കൺവീൻസ് ചെയ്ത് പറഞ്ഞ് ബാങ്കിലിരിക്കുന്ന ഗോൾഡ് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ടേ കോമ്പൻസേഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അവൻ വിറ്റിട്ട് അവനും വൈഫും കൂടെ വെളിയിൽ പോകുമെന്ന് പറഞ്ഞ്. അമ്മ പറഞ്ഞ് പറ്റത്തില്ല, അത് അവളുടെയാണ്, എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അതിനുശേഷം വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി എൻ്റെ ഓരോരോ സാധനങ്ങൾ വെച്ച് നശിപ്പിച്ചു തുടങ്ങി.
ഞാൻ റൂമിൽ വെച്ചിരുന്ന എൻ്റെ ബക്കറ്റ് നശിപ്പിച്ചു, എൻ്റെ ലാപ്ടോപ്പ് അവളുടെ വീട്ടിലേക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് എടുത്തിട്ട് പോയിട്ട് അത് നശിപ്പിച്ചാണ് കൊണ്ട് തന്നത്. അതൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസം 3-നാണ് കറക്റ്റ് ഇവൻ രാവിലെ ഇറങ്ങി വന്ന്, മേളിലായി ഇവർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഇവന് ഗോൾഡ്, അതായത് വീടിൻ്റെ പണയക്കരാറ് രോഹിത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അത് ഇവൻ്റെ അക്കൗണ്ടിൽ തന്നെ ആ പൈസ ഓണർ കൊടുത്താലും തിരിച്ചു വരത്തുള്ളൂ. അതിൽ 2.5 ലക്ഷം രൂപയാണ് രോഹിത്തിൻ്റെ, അത് ബാക്കി അമ്മയുടേതാണ്. അത് ആ വീഡിയോ ഞാൻ എടുത്തത് അവൻ പറയുന്നുണ്ട്. ആ 2.5 ലക്ഷത്തിന് അവൻ കാർ എടുത്തപ്പം എൻ്റെ ഗോൾഡ് പണയം വെച്ചെടുത്ത ആ ഗോൾഡ് അവൻ വിൽക്കണം എന്നും പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നേ വരെ ഞാൻ കണ്ട ഒരാളല്ല എന്നെനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്ത് ഈ പറഞ്ഞ കണക്ക് ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ തന്നാണ് ഈ പറയുന്ന ഇവൻ്റെ കമ്പനിയിലോട്ട് എന്നെ കൊണ്ടുപോയത്. ഞാൻ കുറേ വെയിലും മഴയൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഈ ഗ്രീൻ ഹൗസിന്റെ കമ്പനിയുടെ ഒരു പാർട്ട്ണർ ആണോ? പാർട്ട്ണർ ആയിരുന്നു. ഓക്കെ. ഈ പ്രശ്നത്തിന് ശേഷം, അതായത് ഈ 3-ാം തീയതി എന്നെ ഉപദ്രവിച്ചതിനൊക്കെ ശേഷം പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഒത്തുതീർപ്പാക്കിയപ്പം പണയക്കരാർ അമ്മയുടെ പേരിലോട്ട് മാറ്റിയെടുക്കണമെങ്കിലും വിറ്റതിൻ്റെ ബാക്കി ഗോൾഡ് തരണമെന്നുണ്ടെങ്കിലും ഇവൻ്റെ ഈ കമ്പനിയുടെ ഓണർഷിപ്പ് ഇവൻ്റെ വൈഫിൻ്റെ പേരിലോട്ട് മാറ്റണമെന്നും പറഞ്ഞ് അവിടെ വെച്ച് പറഞ്ഞു. അവിടെ വെച്ച് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഞാൻ കൊടുത്തിരുന്ന 3000 രൂപ തിരിച്ചു തന്നു. പക്ഷേ ഡിവിഡൻ്റ് ഒന്നും തന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ സത്യം തന്നെ. കാരണം ഇവൻ സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് എന്തോ എനിക്ക് തന്നെന്നും പറഞ്ഞ്. അത് ഞാൻ പണിയെടുത്ത പൈസയാണ് കേട്ടാ. കാരണം ഫെബ്രുവരി 5-നാണ് തന്നത്. ഇതിലെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് യൂറോപ്പിൽ പോകണം. ഓക്കെ, ഇവൻ്റെ വൈഫ് നേഴ്സാണ്. നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവന് യൂറോപ്പിൽ പോകണം. യൂറോപ്പിൽ പോകാൻ പൈസ വേണമല്ലോ. പൈസ വേണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ അനിയത്തിൻ്റെ സ്വർണത്തിൽ ഇവനൊരു നോട്ട് ഉണ്ടായിരുന്നു എന്ന് ഇവള് തന്നെ പറയുന്നുണ്ട്. സ്വർണത്തിൽ നോട്ട് ഉണ്ടായിരുന്നു. ഈ സ്വർണത്തിന് വേണ്ടിയിട്ടാണ് ഇവൻ ഈ പുകിലും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഈ സ്വർണം പണയം വെച്ചിട്ട് തന്നെയാണ് ഇവനൊരു കാർ എടുത്തത്. ഓക്കെ, ഒരു കാർ ഓൾറെഡി ഇവൻ വാങ്ങിയിട്ടുണ്ട്. ഈ സ്വർണം പണയം വെച്ചിട്ട്, ഈ അനിയത്തിൻ്റെ സ്വർണം പണയം വെച്ചിട്ട് തന്നെയാണ് ഈ ഇത് വാങ്ങിയിട്ടുള്ളതെന്ന് ആലോചിക്കണം. എന്നിട്ടാണ് അവൻ ഈ കടന്ന് പുകിലുണ്ടാക്കുന്നത്. സോ ഇതിൽ എനിക്ക് തോന്നുന്നത് ഇതിലെ മെയിൻ സൂത്രധാരി ഇവൻ്റെ ഭാര്യയാണ്. പല കമൻറ്റ് ബോക്സുകളും ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഭാര്യയാണ് ഇതിലുള്ള മെയിൻ വില്ലത്തി എന്ന് പറയണത്. സോ ഭാര്യ ഇങ്ങനെ മൂട്ടി വിടുന്നു, ഇവൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എടാ, സ്വന്തമായിട്ട് യൂറോപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കണം. നിൻ്റെ ഗ്രീൻ ഹൗസ് ഉണ്ടല്ലോ, ഗ്രീൻ ഹൗസ് ഒന്ന് വിപുലീകരിക്കുക. എന്നിട്ട് നീ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് നീ പുറത്ത് പോടാ. അതല്ലേ ആണത്തം. അല്ലാതെ അനിയത്തിൻ്റെയും അമ്മേൻ്റെയും സ്വർണം പൈസയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നാണക്കേടല്ലേ ഇതൊക്കെ. ഇപ്പം നാട്ടുകാരെടുത്ത് മൊത്തം ഇങ്ങനെ അനിയത്തിനെയും അമ്മേനെയും എതിരെ പറഞ്ഞ് വീഡിയോ ഇടുന്നത് എത്ര തന്നെ നാണക്കേടാ. നാട്ടുകാർ അതും ഇതും പറയുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ പലരും ഇവിടെ ജീവിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നാട്ടുകാർക്ക് തന്നെ കണ്ടന്റ് ഇട്ട് കൊടുക്കുകയാണല്ലോ നീയൊക്കെ ചെയ്യുന്നത്. പ്രശ്നേശേ, നീ ഒരു അസൽ പ്രശ്നേശ തന്നെയാണ്ടാ പ്രശ്നേശേ. എന്ത് ഉടായിപ്പാണ്ടാ നീ. നിനക്ക് യൂറോപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ നീ കാശുണ്ടാക്കിയിട്ട് പോകണം. അത് അനിയത്തിൻ്റെ സ്വർണം പണയം വെച്ചിട്ടാണോടാ പോകേണ്ടത്? എന്ത് കഷ്ടാടാ നിന്റെ അവസ്ഥ. എന്ത് നാണം കെട്ടവനാടാ നീ. എന്ത് നാണം കെട്ടവനാടാ നീ. നാണം ഉണ്ടോ നിനക്കൊക്കെ? കുറച്ചെങ്കിലും നാണം ഉണ്ടോ? നാണം ഉണ്ടെങ്കിൽ നീ ഈ പരിപാടിക്ക് നിൽക്കുമോ? ബാക്കി കണ്ടോക്കാം, ബാക്കി കണ്ടിട്ട് ബാക്കി പറയാം. ബാക്കിയുള്ളത് അവന് കൊടുക്കാം. വീഡിയോ എടുത്തതും ആ വീഡിയോ കണ്ടിട്ട് തന്നെ എന്നെ ഉപദ്രവിച്ചത്. അത് നാളെ സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ ഇവന് പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് ആ വീഡിയോയ്ക്കകത്ത് അവൻ പറഞ്ഞിട്ടുണ്ട് ഡിവിഡൻ്റ് ഒന്നും തന്നിട്ടില്ല എന്നും കഴിക്കാൻ തരുന്നതിൻ്റെ കണക്കും ഒക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിച്ചിട്ടാ പണിയെടുത്തതിന് മാത്രമേ പൈസ അപ്പൊ ഡിവിഡന്റ് അമ്മ എന്റെ 30% ഷെയർ ഉണ്ട്. 10 രൂപ ഡിവിഡന്റ് തന്നിട്ടില്ല. നീ എന്തോരം കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഡ്രസ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഓണത്തിന് വിഷുവിന് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇവൻ എന്തോ ഒക്കെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അത് കിട്ടിയില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളായി. ഓരോരോ പ്രശ്നം ഉണ്ടാക്കി ഇവൻ വിറ്റിട്ട് ബാക്കി ഗോൾഡ് ഇവൻ്റെ കയ്യിൽ വെച്ച് ഇവൻ ഭീഷണിപ്പെടുത്തി തരാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് വരെ. എന്നിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ ഉപദ്രവിച്ചു. ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആ വീഡിയോ ഇവൻ ലാസ്റ്റാണ് കണ്ടപ്പോൾ നേരെ ഓടി എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ മുഖത്തിട്ട് കറക്റ്റ് 4 വട്ടം അടിച്ച്. എന്നിട്ട് എൻ്റെ മുടിയെ കുത്തിപ്പിടിച്ച് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവൻ്റെ വൈഫ് ഇതൊക്കെ കണ്ടവിടെ നിന്ന് നാട്ടുകാർ ഓടി വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറാറായ സമയമാണ് അവളി എന്നിട്ട് പറഞ്ഞത്
കിച്ചു വിടറ നാട്ടുകാർ വന്ന സീനാണ്. അതുവരെ കണ്ട് ചിരിച്ചുകൊണ്ട് നിന്ന ആളാണ്. അപ്പോൾ അവൻ പറഞ്ഞ് അവളുടെ കയ്യിൽ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് ഡിലീറ്റ് ആക്കിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഓടി ഇറങ്ങിയപ്പോൾ എൻ്റെ പുറകെ അടിക്കാനായിട്ട് എന്നെ ഇറങ്ങി വന്ന്. അപ്പോൾ ആൾക്കാർ നിന്നുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവരുടെ അടുത്തും എന്നെ ഉപദ്രവിച്ചത് അവർ കണ്ടു, എൻ്റെ മുഖത്തുള്ള പാടും ഒക്കെ അവർ കണ്ടു. അവരുടെ അടുത്ത് നിന്ന് ഈ പറഞ്ഞ എനിക്ക് കഴിക്കാൻ തന്നതിൻ്റെ കണക്കും ഇവൻ ഈ വെളിയിൽ പോകണമെന്ന് അവൻ അവിടെ നാട്ടുകാരുടെ മുന്നിൽ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ ഭാര്യ തന്നെയാണ്. അടിച്ചിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നുള്ളത്. അടിച്ചിട്ട് അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതിൽ മെയിനായിട്ടുള്ള പ്രശ്നം ഇവൾ ഭാര്യ തന്നെയാണെന്നുള്ളത് ഞാൻ ആദ്യം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര തന്നെ ശരിയായത് ഇതാണ്. പെണ്ണ് കെട്ടി കഴിഞ്ഞുള്ള പ്രശ്നങ്ങൾ ഇതാണ്. വീട്ടുകാരായിട്ട് തെറ്റും. നല്ല പെണ്ണുങ്ങളെ തിരഞ്ഞെടുത്തില്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാരായിട്ട് തെറ്റും. ഇങ്ങനത്തെ കോഞ്ഞംകുത്തികളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇതന്നെയായിരിക്കും അവസ്ഥ. മെയിൻ പ്രശ്നം ഇതാണ്. നിങ്ങൾക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ. ഇതാണ് മെയിൻ പ്രശ്നം. അതേപോലെ തന്നെ ഈ വീഡിയോയിൽ തുടക്കത്തിൽ എന്തുവാടേ സ്വന്തം അനിയത്തിക്ക് വാങ്ങിക്കൊടുത്ത കണക്കുകൾ വരെ ഇവൻ ഇവിടെ നിരത്തുന്നത്. എന്താങ്ങളെയാടാ നീ? എന്താങ്ങളെയാണ് ഒരാങ്ങളെ ഇങ്ങനെയൊക്കെ ഒരു പെങ്ങക്ക് വാങ്ങിച്ചു കൊടുത്തത് കണക്കുകൾ നിരത്തുന്നു? എനിക്ക് ഓണത്തിന് KFC വാങ്ങിച്ചു തന്നു. ഇത്ര ഇത് മറ്റേ വിശ്വൻ്റെ ഒപ്പം KFC ഉച്ചാൻ പോവാന്ന് പറഞ്ഞ പോലെയാണല്ലേ കാര്യങ്ങൾ. KFC വാങ്ങിച്ചാൽ ഞാൻ KFC വാങ്ങിച്ചു തന്നു, ഡ്രസ്സ് വാങ്ങിച്ചു തന്നു, അവൻ്റെ ഒരു ഡ്രസ്സും കാര്യങ്ങളും. എന്തുവാടാ അനിയത്തിക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന? ഏട്ടൻ തന്നെയാണ് അനിയത്തിക്ക് വാങ്ങിച്ചു കൊടുക്കുക. ഏട്ടനാണ് അനിയനും അനിയത്തിക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത്, അല്ലാതെ അനിയത്തിയല്ല ഏട്ടനെ വാങ്ങിച്ചു കൊടുക്കേണ്ടത്. നിനക്ക് ഇത്രയും നീ കല്യാണം കഴിഞ്ഞൊരു പ്രായമായില്ലടാ ചക്ക. എന്ത് തേങ്ങ നീ കാണിച്ചു കൂട്ടുന്നേ? കുറച്ച് നാണം ഉണ്ടോ നിനക്കൊക്കെ? ഇത് ഇത്രയും വലിയ പ്രശ്നമാക്കേണ്ടത് വലിയ കാര്യമൊന്നുമില്ല. നിനക്ക് ഒരു ഇപ്പോൾ യൂറോപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ലോൺ എടുക്കുക, പോവുക, എന്നിട്ട് അവിടുന്ന് ജോലി ചെയ്യുക, അത് വീട്ടുക. അല്ലാതെ അനിയത്തിൻ്റെയും അമ്മേൻ്റെയും സ്വർണവും കണ്ട് അതിൽ കണ്ണ് വെച്ച് അത് കിട്ടാതെ ആയപ്പോൾ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി നടക്കാൻ നാണം ഇല്ലടാ ചെക്കാ നിനക്ക്? കുറച്ച് നാണം, കുറച്ച് ഉളുപ്പ് ബാക്കി കണ്ടോക്കാം. വെച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് പിന്നെ ഈ മാസം 12-ാം തീയതി എന്തോ തിങ്കളാഴ്ച എന്തോ വന്ന് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. 12 മണിക്കാണ് ചേട്ടാ വന്നത്. അന്ന് ഏപ്രിൽ 3-ന് പോയിട്ട് ഏപ്രിൽ 3-ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് 6-ാം തീയതി വീട്ടിൽ നിന്ന് പോയതാ. അതിനുശേഷം ഈ 12-ാം തീയതി രാത്രി 12 മണിക്ക് വന്ന് പൂട്ടിയിട്ടിരുന്ന ഗേറ്റ് ചാടി കയറി എന്നിട്ടാ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ കുറേ നാളായിട്ട് അവിടെ ഇപ്പോൾ താമസിക്കുക. ഒരു മാസത്തോടടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുക. ജനലും വാതിലും ഒക്കെ ഭയങ്കര തല്ലിപ്പൊളിക്കുന്ന കണക്കാ പ്രശ്നം ഉണ്ടാക്കിയ. അപ്പൊ നാട്ടുകാർ വന്ന് ഓടിച്ചു വിട്ട്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ, ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടുത്തണം. അപ്പൊ എല്ലാരെയും കൂടെ ഇടപെടുത്തുവാണ്. ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ നിങ്ങൾ വീഡിയോ എടുക്കുമല്ലോ, എന്താ എടുത്താ എന്താ കുഴപ്പമെന്താ? കളി കാണിക്കണ്ടേ? എന്താ വീഡിയോ എടുത്താ എന്താ? രാത്രി ഒന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വിടാ. എന്ത് നിങ്ങൾ എന്തുണ്ടാക്കാൻ? റോഷൻ എന്തെങ്കിലും ലഹരി ഉപയോഗം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലഹരി ഉപയോഗിക്കുന്നതായിട്ടൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. മദ്യപിക്കും, അത് ഒക്കേഷണലി ഇടയ്ക്കൊക്കെ കുടിക്കും. ഓക്കെ, ഒരു ഒക്കേഷണൽ ഡ്രിങ്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ശല്യമൊന്നും ഇല്ല, നമുക്ക് അങ്ങനെ ശല്യമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങൾ 2 കൂട്ടരും 2 രീതിയിലാണോ ഭക്ഷണം കഴിക്കുന്നത്? ഒന്ന് ഞാൻ വെക്കുന്നു, എല്ലാവരും കഴിക്കുന്നു. ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷവും പ്രശ്നം ഉണ്ടായതിനു ശേഷം വെച്ചില്ല. 3 ദിവസം വീട്ടിൽ ഫുഡൊന്നും വെച്ചില്ല. 3-ാം തീയതി പ്രശ്നം ഉണ്ടാക്കി, 6-ാം തീയതി വരെ വീട്ടിൽ ഫുഡ് വെച്ചില്ല. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് അവർ വെളിയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് വേണമെന്ന് പോലും ചോദിച്ചിട്ടില്ല. എനിക്ക് നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നെ ഉപദ്രവിച്ചതും ഇത്രയും പ്രശ്നം ഉണ്ടായതിലും എനിക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും അമ്പലത്തിലും ഒക്കെ സ്ഥിരം പോയിരിക്കുമായിരുന്നു. അത്രയും ദിവസം ഞാൻ വൈകിട്ട് ഒരു 4 മണി 3 മണി സമയത്ത് വീട്ടിൽ വരത്തുള്ളായിരുന്നു. റോഷനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് ആ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു വിഷയത്തിലാണ് ഞാനത് ഇടപെടാൻ തീരുമാനിച്ചത്. കാരണം നീ ഒരു പെൺകുട്ടിയാണ്, സ്വാഭാവികമായിട്ട് അടുത്തൊരു നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. സ്വന്തം ആങ്ങളെ തന്നെ സ്വന്തം പെങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുറേയധികം ആൾക്കാരെങ്കിലും അത് വിശ്വസിച്ച് പോകും. അത് കണ്ടപ്പോൾ അതിലേക്ക് വരട്ടെ, അതിലേക്ക് നമുക്ക് അടുത്തതിൽ റിയാക്ട് ചെയ്യട്ടോ. സോ ഇതിൽ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണിക്ക് രാത്രി 12 മണിക്ക്, അതായത് നാട്ടുകാരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവുമല്ലോ, എല്ലാവരും ഉറങ്ങിയ ടൈമിൽ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ. ഇവനെന്താ തീരെ തലയ്ക്ക് ഓളയില്ലേ? ഇവൻ്റെ തലയിലെന്താ ബുദ്ധിയല്ലേ? ഇവനെന്താ ചോറല്ലേ തിന്നുന്നേ? വേറെ എന്തേലും ആണോ? ചാണകമാണോ അവൻ തിന്നുന്നേ? എന്തുവാടേ 12 മണിക്ക് രാവിലെ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങൾ രാത്രി 12 മണിക്ക് മതിൽ ഗേറ്റും ചാടി വന്നിട്ട് അവൻ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയിരിക്കുന്നു. എന്തുവാടാ നിനക്ക് ഇത്ര ഇത്? എടാ, നിനക്ക് കിട്ടാത്തത് നിനക്ക് പ്രശ്നം ഉണ്ടായിരിക്കും, എനിക്കറിയാം. നീ യൂറോപ്പിൽ പോകണം എന്നുള്ളത് നിന്റെ വലിയ ആഗ്രഹമൊക്കെ ആയിരിക്കും. എന്ന് വെച്ചിട്ട് അത് നിനക്ക് നിന്റെ അനിയത്തിൻ്റെ സ്വർണവും അതേപോലെ തന്നെ അമ്മേൻ്റെ
സ്വർണ്ണമൊന്നും അല്ല, കണ്ടിട്ടല്ല നീ ഇതിൽ കണ്ണ് വെക്കേണ്ടത്. ഇതിൽ മെയിനായിട്ട് ഇതിൻ്റെ ഇവിടെ ഭാര്യ തന്നെയാണ്. ഭാര്യ വന്നിട്ട് ഇടയിൽ കയറി ഇതാവുന്ന കണ്ടില്ലേ, അവർക്ക് പൊളിഞ്ഞ് നിൽക്കുകയാണ്. എന്താണ് വെറുതെ നാട്ടുകാർക്ക് അല്ലെങ്കിലേ പൊളിഞ്ഞ് നിൽക്കുകയാണ്. നാട്ടുകാർ അടിച്ചില്ല എന്നേ ഉള്ളൂ ആളൊക്കെ കണ്ടിട്ട്. എന്ത് വെറുതെ ഇതിനുള്ളിൽ ഇടങ്കോലും ഇട്ടിട്ട് കഷ്ടം തന്നെ. നമുക്ക് അടുത്ത് കണ്ടോക്കാം, ഇനിയുള്ള മെയിൻ പാട്ടുകൾ വരുന്നുണ്ട്, കണ്ടോക്കാം എന്തായാലും. എന്താ തോന്നിയതെന്താ? എനിക്ക് എന്താണ് പറയണമെന്ന് അറിയത്തില്ല. എനിക്ക് വിഷമമാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു സഹോദരൻ ഒരു സഹോദരിയെ സംരക്ഷിക്കേണ്ടവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വന്തം പെങ്ങളെ അടിച്ചു താഴ്ത്തുന്നത് എന്തിനു വേണ്ടിയാണ്? കാശിന് വേണ്ടിയാണ്. എന്തിനു വേണ്ടി? നമുക്കൊന്നുമില്ല. ഭർത്താവ് ഇട്ടേച്ച് പോയ 2 കുഞ്ഞുങ്ങളായിരുന്നു ഇതുങ്ങൾ. നമ്മുടെ കൂടെ അതുങ്ങളും കൂടെ നിന്ന് നമുക്ക് ഒരു സപ്പോർട്ട് തന്ന് നമ്മൾ ഒരുവിധം നല്ല സമാധാനമായിട്ട് ജീവിച്ച് വന്നപ്പോഴാണ് ഇവനിങ്ങനെ ഇവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇവൻ അവിടുന്ന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി, ഒരു ജോലി കിട്ടി. അപ്പോഴും ഞാൻ ഓർത്തു സമാധാനം, എൻ്റെ മകൻ രക്ഷപ്പെട്ടല്ലോ, ഇനി ഞങ്ങൾക്ക് ഒരിക്കലും പണ്ടത്തെ ഒരവസ്ഥ വരത്തില്ല എന്ന് വിചാരിച്ച്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവൻ ഇങ്ങനെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അമ്മേ ഞാൻ പോകുന്നോട്ടെ. ഞാൻ പറഞ്ഞു നീ പോരാ, അവന് ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് വല്ല അസുഖം വന്ന് പോകുന്നേക്കാട്ടും നല്ലല്ലേ, അപ്പോൾ പോരെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അവൻ്റെ കൂടെ ഞങ്ങൾ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഞാനും ഇവളും കൂടെ നിന്ന് എല്ലാം ചെയ്ത് നല്ല രീതിയിൽ വന്ന്. അത് കഴിഞ്ഞപ്പോൾ ഇവൻ ഇങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് കല്യാണാലോചന വന്നു. ഇവരൊന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്നേഹിച്ചതാണ്. എന്നിട്ട് ഞാൻ ഓർത്ത് അവൻ്റെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് ഒരു ബന്ധുക്കാരോട് പോലും പറയാതെയാണ് നമ്മളത് സമ്മതിച്ചത്. ബന്ധുക്കാരുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാശില്ലെങ്കിൽ നമുക്ക് അധികം ആൾക്കാരൊന്നും കാണത്തില്ലല്ലോ. അങ്ങനെ എല്ലാം സമ്മതിച്ച് കല്യാണവും നടത്തി. എല്ലാം കഴിഞ്ഞ് ഒരു മാസത്തേക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ പയ്യെ ഇവരുടെ സ്വഭാവം അങ്ങ് മാറാൻ തുടങ്ങി. ഞങ്ങൾ വേറെ, അവർ വേറെ എന്നുള്ള രീതിയായി. എന്നിട്ട് നമ്മളത് നോക്കില്ല. നമുക്ക് കുടുംബം, എനിക്കൊരു പെങ്കൊച്ചും കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം സഹിക്കാൻ ഭർത്താവില്ല, അപ്പോൾ ഇവനെങ്കിലും വേണമല്ലോ. അങ്ങനെ അത്രത്തോളം സഹിച്ചാണ് ഇത്രയും കാലവും ജീവിച്ചത്. പാതിരാത്രിയൊക്കെ 12, 11:40 വന്ന് വല്ലവൻ്റെയും വീട് അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ നിവർത്തിയില്ല. എനിക്കിപ്പോൾ വയ്യ. ഒന്നാമത്തെ കാര്യം കുറേ കാലം വയ്യ. കല്യാണം കഴിച്ച കാലം മുതലുള്ള ബുദ്ധിമുട്ടാണ്. അമ്മയുടെ ദാമ്പത്യ ജീവിതത്തിൽ വരെ പരാമർശിച്ചുകൊണ്ട് വീഡിയോകൾ വന്നിട്ടുണ്ട്. അത് മകനല്ലേ ഇടുന്നത്, മറ്റാരും അല്ലല്ലോ. മകൻ തന്നെയാണ് എന്നെക്കുറിച്ച് വേണ്ടാധീനം പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഭർത്താവിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. നമ്മൾ വണ്ടിയൊക്കെ മേടിച്ചപ്പോൾ നിങ്ങൾ വളരെ ജോവിയലായിട്ടൊരു ഫാമിലി, ഹാപ്പി ഫാമിലി ആയിട്ട് നമുക്കെല്ലാം ഒരു വ്യൂവർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ വീഡിയോ കാണുന്ന ഒരാളെ സംബന്ധിച്ച് തോന്നുന്നത് ആ സമയത്തൊക്കെ എങ്ങനെ വണ്ടി എടുക്കാനൊക്കെ എങ്ങനെ അമ്മ സഹായിച്ചൊക്കെ? വണ്ടി എടുക്കാനായിട്ട് ഇവളുടെ ഗോൾഡ് അതേ ഉള്ളായിരുന്നു, അത് കൊടുത്ത് അവന് 3.5 ലക്ഷം ആ പൈസ. സ്വന്തം മകനാണ് കേട്ടോ അമ്മയ്ക്കെതിരെ ഈ കാര്യങ്ങൾ പറയുന്നത്. അമ്മേൻ്റെ കുടുംബജീവിതം, അതായത് അമ്മേനെ ഭർത്താവ് ഉപേക്ഷിച്ചതാണെന്ന് തന്നെ ഇവർ പറയുന്നുണ്ട്. സോ അതിൽ വരെ മകൻ എന്താണ് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. അതേപോലെ തന്നെ ഇവർ പറയുന്നുണ്ട് പെണ്ണ് വന്ന്, അതായത് കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങണത് എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായല്ലോ എന്താ സംഭവം എന്നുള്ളത്. ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞത് അതേ സംഭവം തന്നെയാണ്, അതിൽ വേറെ ഒന്നുമില്ല. അതേ സംഭവം തന്നെയാണ് ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിലും പറഞ്ഞത്. പെണ്ണ് വന്നപ്പോൾ അവൻ്റെ സ്വഭാവം മാറി, മനസ്സിലായോ? പിന്നെ അമ്മ വേണ്ട, പെങ്ങൾ വേണ്ട, കുടുംബക്കാർ വേണ്ട, ആരും വേണ്ട, പെണ്ണിൻ്റെ വാക്കും കേട്ടിട്ട് വന്ന് തുള്ളാൻ തുടങ്ങി. അതാണ് അവിടെ മെയിനായിട്ട് ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് കേട്ടോ. എന്താല്ലേ, പെണ്ണിൻ്റെ വാക്കും കേട്ടിട്ട് ഇവൻ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പെങ്ങളെയും അമ്മേൻ്റെയും അവസ്ഥ എന്തായിരിക്കും? അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പെങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറയുക, അതേപോലെ തന്നെ അമ്മയെക്കുറിച്ച് അപവാദങ്ങൾ പറയുക, ഇതൊക്കെ എന്തുവാടെ? ഒരു ആണിന് ചേർന്ന പരിപാടിയാണത്. നീ ആണെന്നെ ആണോ? നിന്റെ ആണത്തത്തിന് വരെ വിലയിടാൻ ആൾക്കാരായി. നീ ഒരു പൊട്ടൻ തന്നെയാണ്. നിന്റെ സ്വന്തം വീട്ടുകാർ, നിനക്ക് നിന്റെ ഭാര്യ ഇട്ടേച്ച് പോയാൽ പോലും നിന്റെ സ്വന്തം വീട്ടുകാർ നിന്റെ ഒപ്പം ഉണ്ടാവും. നിന്റെ അനിയത്തി, നിന്റെ അമ്മ, അനിയത്തി ഇല്ലെങ്കിലും നിന്റെ അമ്മ നിന്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവും. നീ ഒരു യൂട്യൂബ് ചാനൽ, അതായത് നീ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് നീ യൂട്യൂബ് ചാനൽ തുടങ്ങി വന്നു. യൂട്യൂബ് ചാനൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ് എഞ്ചിനീയറിങ് ജോലിക്ക് പോയി, ജോലി വേണ്ട വെച്ച് പോന്നു, യൂട്യൂബ് ചാനൽ തുടങ്ങി. എന്ത് സപ്പോർട്ടിനും അവർ കൂടെ ഉണ്ടായിരുന്നു. ആ കൂടെ ഉണ്ടായവരെയാണ് നീ ചതിക്കാൻ നോക്കുന്നത്. കഷ്ടം തന്നെടാ. നിന്റെ ഒപ്പം എത്ര കാലം നീയാണ് അവരെ നോക്കേണ്ടത്. കാരണം ഇത്രയും കാലം നിന്നെ അവർ നോക്കി, നിന്റെ അമ്മ നിന്നെ ഇത്രയും കാലം നോക്കി. ഇനി നീ അവരല്ലേ നോക്കണ്ടേ? അല്ലാതെ അവരുടെ കഴിഞ്ഞ കാലത്തിനെ കുറിച്ച് പറഞ്ഞ് പരാമർശം അവരെ നാണം കെടുത്തുന്ന രീതിയിൽ നിന്റെ പെരുമാറ്റം മാറാൻ പാടില്ലായിരുന്നു. ഒരു കല്യാണം കഴിഞ്ഞ് ഒരു പെണ്ണ് വന്ന് ജീവിതത്തിൽ കയറിയെന്ന് വെച്ചിട്ട് നീ ഇത്ര ഓവറാവരുതായിരുന്നോടാ. കഷ്ടം തന്നെ. ബാക്കി കണ്ടോക്കാം. വെച്ചാണ് അത് ഗോൾഡ് പണയം വെച്ചെടുത്ത്. അപ്പം നമ്മൾ ഓർത്ത് മറ്റേ വണ്ടിയുടെ ലോണിനൊക്കെ ഭയങ്കര പലിശയില്ല. അപ്പം ഞാൻ അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ നീ അത് വെച്ചോ, നമ്മുടെ മകൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ, അപ്പം നീ വെക്ക് എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പോലും അറിയാതെ ഒരു സമയത്ത് ഇവൻ അത് വിറ്റ്
വിറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തെ വിറ്റെന്നൊന്നും പറയുന്നില്ല, വിറ്റിട്ട് ബാക്കി കൈ വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഇങ്ങനെ നമുക്ക് കിട്ടണം, നമുക്ക് വേറെ നിവർത്തിയില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവന് തരണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ എന്നോടും ഇവളോടും എന്തോ ഭയങ്കര വൈരാഗ്യം. ഞങ്ങളെ ഒരു വിധത്തിൽ അവിടെ എന്താ പറയുന്നത്, അവിടെ നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഇവനങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് ഇടാൻ തുടങ്ങി. ഇത് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് വൈകി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ കൊച്ചിനെയും കൊണ്ട്. ഞങ്ങളിൽ ആര് നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ. അവനത് സന്തോഷം. ഈ വീഡിയോകളൊക്കെ ഇടുമ്പോഴേ എങ്ങനെയെങ്കിലും പ്രതികരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ചേട്ടാ. പക്ഷെ എൻ്റെ എന്താ ശരിക്കുള്ള ഇതെന്ന് ആരും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. സപ്പോർട്ട് ചെയ്തവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ചേട്ടൻ പറഞ്ഞ കണക്ക് അടുത്ത ഭാവിയെന്നൊന്നുമല്ല, ഞാനൊരു പെങ്കൊച്ച, എനിക്ക് ബസ്സിലെങ്കിലും പോകണ്ടേ. ഒരു മാനസികമായിട്ടൊരു വിഷമമുണ്ട്. ഉണ്ട്. ഇപ്പോൾ ഒരു ആങ്ങളമാർ നമ്മളെ എന്താ പറയുക സ്നേഹിക്കേണ്ട ഒരു ആങ്ങളെ ഇങ്ങനെ ചെയ്യുന്നതിൽ അല്ലേ? സ്നേഹിക്കേണ്ട ആങ്ങളെ നല്ല ചേട്ടാ. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ വല്ല ജോലിക്കും പൊക്കൂടെയെന്ന്. സത്യമാണ്. എനിക്കൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാൽ എവിടെയെങ്കിലും എ സി റൂമിൽ കയറുന്ന ജോലിയാണ്. ഞാൻ അതിന് പോലും പോകാണ്ട് ഇവൻ്റെ കൂടെ കറക്റ്റ് 2 വർഷത്തോളം പോയി പണിയെടുത്ത് കൊടുത്തു. ആ പണിയെടുത്ത് കൊടുത്തതിൻ്റെ അതും എനിക്ക് എത്ര രൂപ തരുന്നതെന്നറിയാവോ? ഒരു വാട്ടർ ടാങ്ക് ത്രൂ ഔട്ട് അവൻ വാട്ടർ ടാങ്കിൽ കയറി ചെയ്തിറങ്ങി അതിൻ്റെ സാധനങ്ങൾ ഇവരുടെ ഡ്രസ്സ് മാറാൻ പോകുമ്പം ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ കഴുകി വെച്ചാൽ തരുന്നത് 200 രൂപ. അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി പണിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ എനിക്ക് ആ ചേട്ടനോടുള്ള കമ്മിറ്റ്മെൻറ്റ് വെച്ചിട്ടാണ്. എനിക്ക് വേണ്ടി ഞാനാണ് ആദ്യമൊക്കെ വീഡിയോ എടുത്തു കൊടുത്തത് ഒക്കെ. എന്നെ ഇപ്പം അവന് പൈസയ്ക്ക് വേണ്ടിയിട്ടോ കണ്ടന്റിന് വേണ്ടിയിട്ടോ ഇത്രയും മോശക്കാരിയൊക്കെ ചിത്രീകരിക്കാവോ? എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് എൻ്റെ വീട്ടുകാർക്കറിയാം, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കറിയാം. പിന്നെ എന്നെപ്പറ്റി കുറേ അപവാദം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അങ്ങനെ അല്ലാന്ന് തെളിയിക്കാനുള്ള പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ടേ ഇത്ര അപവാദം പറയുന്ന. മിണ്ടാണ്ടിരുന്നല്ല, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനായിട്ട് എന്തെങ്കിലും മിണ്ടിയിട്ട് ഇവൻ അതും വെച്ച് ഇവന് ഭയങ്കര വായ്ത്താളോ അവിടെ വന്ന് കിടന്ന് ഭയങ്കരമായിട്ടും വായ്ത്താളം അടിക്കും. പിന്നെ എനിക്കറിയത്തില്ല ഇവന് ഹോൾഡ് ഉണ്ടാകുന്ന ഒന്നും എനിക്കറിയത്തില്ല. കാരണം ഇതിനു മുന്നേ ചെന്നിട്ടും അവർ ഒത്തുതീർപ്പാക്കി വിട്ടിട്ട് ഇവനൊന്ന് പേടിപ്പിച്ചു പോലും വിട്ടില്ല. എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും പേടിപ്പിച്ചു പോലും വിട്ടില്ല. അതിനി എനിക്കറിയത്തില്ല. എല്ലാവരും ഉണ്ട്. വനിതാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊരു നടപടി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കാനാണ് നിങ്ങളുടെ തീരുമാനം? സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കാനാണ് തീരുമാനം. ഇത് ഈ പറഞ്ഞ കണക്ക് എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കി ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞില്ലേ നിശബ്ദമായിട്ട് നിന്നെന്ന്. ഈ പറയുന്ന എൻ്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടായിട്ട് പോലും എനിക്ക് റീച്ച് ഉണ്ടാക്കാനാണ് എനിക്ക് ഇതിനു മുന്നേ ചെയ്തുകൂടായിരുന്നു. ഞാൻ ഇന്നേ വരെ അത് ചെയ്യാൻ ക്ഷമിക്കല്ല. എനിക്ക് അങ്ങനെ പോയി സ്വയം നാണം കെടണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാമിലി പ്രശ്നം കൊണ്ടുവന്ന് ഇങ്ങനെ ഇവരെയും നാണം കെടുത്തണമെന്നൊന്നും ഇല്ലായിരുന്നു. അതാണ് ഒത്തുതീർപ്പാക്കിപ്പോയത്. അത് കഴിഞ്ഞ് പിന്നെയും ഉപദ്രവിക്കുമ്പോൾ എങ്ങനെയാ ചേട്ടാ മിണ്ടാണ്ടിരിക്കുന്നേ? അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പം എനിക്ക് ലീഗലി മൂവ് ചെയ്യണം. ഇപ്പം അന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം എല്ലാവരും പറഞ്ഞു ഫാമിലി പ്രശ്നം ആയതുകൊണ്ട് നാളെ നിങ്ങൾ ഒന്നായാലോ എന്ന് ഓർത്തിട്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. ഇങ്ങനെ കാണിക്കുന്ന ഒരാളുമായിട്ട് ഒന്നായി പോകേണ്ട കാര്യം എനിക്കില്ല. എനിക്കിതിനെതിരെ എന്നെ പറ്റിയിട്ട് എന്നെ നല്ല ഒരു പെങ്കൊച്ചിനെ പറ്റിയിട്ട് ഇത്രയും മോശമായിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ ഞാൻ അങ്ങനെ അല്ലാന്ന് തെളിയിക്കാനുള്ള പ്രൂഫ് വരെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം അത്രയും മോശമായിട്ട് പറയുമ്പം എനിക്കതിനെതിരെ നീങ്ങിക്കൂടെ? ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ശരിക്കും പാടുണ്ടോ? തെറ്റല്ലേ അത്? ഈ പറഞ്ഞ റോഷ്നി പറഞ്ഞ കാര്യത്തിലാണ് ഈ വീഡിയോ ചെയ്യാൻ ഞാനും തീരുമാനിച്ച് അവരുടെ വീട്ടിലേക്ക് എത്തിയത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ശത്രുതയുള്ള ഒരാൾ പോലും നമ്മളെക്കുറിച്ച് അപഖ്യാതികൾ പറയുമ്പോൾ അതിനകത്ത് വാസ്തവം എന്താണെന്നറിയാതെ കുറേയധികം ആൾക്കാരെങ്കിലും വിശ്വസിച്ച് പോകും. അപ്പോൾ അത്തരമൊരു മാനസികാവസ്ഥയിലാണ് റോഷ്നിയും അമ്മ രേവമ്മയും ഉള്ളത്. ഇത് പ്രശ്നേഷന് മുന്നിൽ ഉയർത്തുന്ന ഒരു വീഡിയോ അല്ല. ഇതുപോലെ ചിന്തിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരെല്ലാവരും തിരുത്തണമെന്നാണ് ഈ അമ്മ ആഗ്രഹിക്കുന്നത്, അല്ലേ? അതെ. നാളെയെങ്കിലും ഇങ്ങനെയുള്ള ഒരു മകനും ഒരു അമ്മയോടും പെങ്ങളോടും ഇങ്ങനെ കാണിക്കരുത്. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, സോഷ്യൽ മീഡിയ നമ്മൾ കാണുമ്പോൾ വാസ്തവം എന്ത് വാസ്തവമല്ലാത്തതെന്ത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മളിൽ ഉണ്ടാക്കണം. അത്തരം ആളുകളിലേക്ക് ഒരു ചിന്ത ഉണ്ടാക്കാൻ കൂടിയാണ് റോഷ്നിയും അമ്മ രേവമ്മയും എന്നോട് സംസാരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും മോളെ ധൈര്യമായിട്ടിരിക്കുക. നമ്മൾ കുറച്ച് പേര് ആലപ്പുഴക്കാർ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ട് കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. സോ ഇതിൽ ഈ സ്വർണം കൊണ്ടുപോയിട്ട് ചോദിച്ച സ്വർണം ഉണ്ടല്ലോ, അത് ഇവൻ കൊണ്ടേ വിറ്റു. ഈ സ്വർണം ഇവൻ കൊണ്ടേ വിറ്റു. അത് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഈ സ്വർണം കൊണ്ടേ വിറ്റിട്ട് കാര്യം പറഞ്ഞിട്ടില്ല. സ്വർണം വിറ്റ് ആ കാശ് ഇവൻ്റെ കയ്യിൽ വെച്ചു. അസൽ കള്ളം തന്നെ കേട്ടാ. സ്വർണം വിറ്റിട്ട് ഇവനെ കാശ് കയ്യിൽ വെച്ചിട്ട് അത് ഇവർക്ക് തിരിച്ചു കൊടുത്തില്ല. തിരിച്ചു കൊടുക്കാത്തപ്പോൾ ഇവരെന്ത് ചെയ്തു? കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ഇവർ സ്വർണം വിറ്റ പൈസയും കാര്യങ്ങളൊക്കെ തിരിച്ച് ചോദിച്ചു. പോലീസുകാർ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ പറഞ്ഞപ്പോൾ ഇവന് ദേഷ്യമായി. അതായത് ഇവൻ്റെ അമ്മേൻ്റെ അടുത്തും സഹോദരൻ്റെ അടുത്തും ദേഷ്യമായി. ആലോചിക്കണേ, സ്വന്തം അമ്മേൻ്റെ അടുത്തും പെങ്ങളെടുത്തും ഇവന് ദേഷ്യമായി.
ആര് കാരണം? സ്വന്തം ഭാര്യ കാരണം. ഭാര്യയ്ക്കും ഇവനും കൂടി യൂറോപ്പിൽ പോകാനാണ് ഈ സ്വർണം വിറ്റെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അത് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ദേഷ്യമായത്. ആലോചിക്കണേ. ദേഷ്യമായി ഇവർ പിന്നെന്ത് ചെയ്തു? ഇവൻ്റെ യൂട്യൂബ് ഉണ്ടല്ലോ, റീച്ചുള്ള യൂട്യൂബ് ഉണ്ട്, ഗ്രീൻ ഹൗസ്. ഇതിൽ വന്നിരുന്ന് ഇവൻ അപവാദങ്ങൾ പറയാൻ തുടങ്ങി. അനിയത്തിക്ക് മറ്റ് ബന്ധങ്ങളുണ്ട്. സോ ഞാൻ ഈ പ്രശ്നം അറിയുന്നത് തന്നെ ഇവൻ്റെ ഈ വീഡിയോകൾ കണ്ടിട്ടാട്ടോ. സോ ഇവൻ അനിയത്തിക്ക് കുറിച്ച് ഞാനും ആ ടൈമിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇവൻ്റെ അനിയത്തി ഇങ്ങനെ എന്നുള്ളത്. സോ ഞാൻ ഈ അനിയത്തിൻ്റെ ഒന്നും മിണ്ടാത്തത്, ഞാൻ ഇതുവരെ പ്രശ്നേഷനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടില്ല. മറ്റ് പലരും പല വീഡിയോകൾ ഇടാൻ തുടങ്ങിയപ്പോഴും ഞാനൊരു വീഡിയോ പോലും വരെ കുറിച്ചിട്ടിട്ടില്ല. കാരണം എന്തുകൊണ്ടാ അറിയോ? രണ്ടാളെ ഭാഗം കേട്ടിട്ട് വേണം വീഡിയോ ഇടാൻ. മനസ്സിലായോ? രണ്ടാളെ ഭാഗം കേട്ടിട്ട് വേണം വീഡിയോ ഇടാൻ. ഞാൻ എന്ത് ചെയ്തു? ഈ രണ്ടാമത്തെ ആളുടെ, അതായത് ഇവളുടെ അനിയത്തിൻ്റെയും അമ്മേൻ്റെയും ഭാഗം ഇറങ്ങണ വരെ ഞാൻ വെയിറ്റ് ചെയ്തു. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ ഭാഗം ഇറങ്ങിയപ്പോഴല്ലേ പ്രശ്നേഷേ നിന്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ മനസ്സിലായത്. ഇവൻ പക്ക ഉടായിപ്പാണ്. സ്വർണം കൊണ്ട് വിറ്റിട്ട് ഇവന് യൂറോപ്പ് പോകണം. യൂറോപ്പ് പോകാനുള്ള പൈസ ഇവർ തിരിച്ചു ചോദിച്ചു. പോലീസുകാർ കൊടുക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവന് പ്രശ്നമായത്. പിന്നെ നാട്ടുകാരെ ഇടപെടാത്ത കേസ്. നാട്ടുകാരെ ഇടപെട്ട ഫാമിലി പ്രോബ്ലം അല്ലേ. നാട്ടുകാർ അങ്ങനെ ഇങ്ങനെയൊന്നും കയറി ഇടപെടില്ല. കാരണം ഇപ്പോൾ 1, 2 പറഞ്ഞ് തല്ലിവിടുന്നവർ നാളെ ഒന്നായാൽ പ്രശ്നമാവും എന്ന് നാട്ടുകാർക്ക് അറിയാം. അവസാനം നാട്ടുകാർ മൂഞ്ചൊന്നറിയാം. അതുകൊണ്ടാണ് നാട്ടുകാർ വല്ലാതെ കയറി ഇടപെടാത്തത്. അതിപ്പോൾ നമ്മളായാലും അങ്ങനെ ഇങ്ങനെയൊന്നും കയറി ഇടപെടില്ല. നമ്മൾ അയൽവാസിൽ അതേ നൈബേഴ്സിൻ്റെ അടുത്തൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊന്നും 2 പറഞ്ഞ് അടിയുണ്ടാവും. അത് നാളെ അവർ പ്രശ്നങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മണ്ടന്മാരാവും അതിൽ കയറി അഭിപ്രായങ്ങൾ പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതാണ് അവിടെ മെയിൻ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതാണ് നമ്മൾ അതിൽ കയറി ഇടപെടാത്തതും നാട്ടുകാർ വല്ലാതെ അത് ഇതാക്കാത്തതും. പക്ഷേ രാത്രി 12 മണിക്ക് കയറി ഇവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നാട്ടുകാർ ഇടപെട്ടു. ഇവനും എൻ്റെ ഭാര്യയും കൂടി വന്ന് പ്രശ്നം ഉണ്ടാക്കി. നാട്ടുകാരെ ഇടപെട്ടു. നാട്ടുകാരെ നല്ലപോലെ ഊക്കി വിട്ടു. ഭാര്യേനെ നന്നായിട്ട് ഊക്കി വിട്ടു. അത് ഭാര്യയ്ക്ക് പറ്റിയില്ല. അത് നമ്മൾ ആ വീഡിയോ കണ്ടു കേട്ടോ. അതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ബാക്കിൽ റിവേഴ്സ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതാണ് നാട്ടുകാർ ഇതിൽ മെയിനായിട്ട് ഇടപെടാത്തത്. ഇവൻ്റെ പ്രശ്നം യൂറോപ്പിൽ പോവാത്തത്. ഇവൻ ഒരുപാട് ആഗ്രഹിച്ചു പോവാൻ, പക്ഷെ അത് നടന്നില്ല. ഇവൻ്റെ പൈസ ഇല്ല. എടാ യൂറോപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ നീ പൈസ ഉണ്ടാക്കണം. നീ പൈസ ഉണ്ടാക്കിയിട്ട് നീ വേണം യൂറോപ്പിൽ പോകാൻ. അല്ലാതെ അനിയത്തിൻ്റെയും അതേപോലെ തന്നെ അമ്മേൻ്റെയും സ്വർണം പണയം വെച്ചിട്ട് അല്ലടാ പൊട്ടാ പ്രശ്നേഷേ പോണ്ടത്. കേട്ടാ? ഇനിയെങ്കിലും നീ നന്നായിട്ട്, നീ ഇപ്പോൾ എന്തായാലും അവർ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നീ മിക്കവാറും അകത്താവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ന്യൂസൊക്കെ വരുന്നുണ്ട്, അകത്താവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് അതേപോലെ തന്നെ മെയിനായിട്ടുള്ള പ്രശ്നമാണെന്ന് വെച്ചാൽ മുഖത്തടിച്ചു. അതായത് അനിയത്തിൻ്റെ മുഖത്ത് ഒരു ഏട്ടൻ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയറാണ്. ഇങ്ങനത്തെ കേസിലൊന്നും അങ്ങനെ അടിക്കാറില്ല. നല്ല അടി അടിച്ചു എന്ന് പറഞ്ഞു. നാട്ടുകാർ കയ്യോടെ പൊക്കും ചെയ്തു എന്ന് പറഞ്ഞു. നാട്ടുകാരുടെ അടുത്ത് ഇവൻ പറയും ചെയ്തു എനിക്ക് പുറത്ത് പോകാനാണ്, അതുകൊണ്ടാണ് എനിക്ക് ആ പൈസ കിട്ടിയേ പറ്റൂ എന്നുള്ളത് പറയും ചെയ്തു. എടാ ഒരു അനിയത്തിനെ ഇങ്ങനെ അടിക്കാൻ പാടില്ലടാ ഒരു ഭാര്യൻ്റെ വാക്കും കേട്ടിട്ട്. നാണമില്ലാത്തവനെ. കുറച്ച് ഉളിപ്പ്, കുറച്ച് അന്തസ് ഉണ്ടാവില്ല. കാരണം ഇല്ലാത്തവരെ ഇങ്ങനെ ഈ പരിപാടിയൊക്കെ ചെയ്യുള്ളൂ. ഇങ്ങനത്തെ പ്രവണത നമ്മളെ നാട്ടിൽ കുറേ ആയിട്ട് കൂടി വരുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യമാർ ഇങ്ങനത്തെ ഭാര്യമാരുണ്ടാവുമ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുവാടാ പ്രശ്നേഷേ? കുറച്ചെങ്കിലും നാണം മാനം ഉണ്ടെങ്കിൽ നീ പരിപാടിക്ക് ഇറങ്ങും. കുറച്ചെങ്കിലും. എന്ത് പറയാനല്ലേ? ഇനിയിപ്പോൾ ആ പെൺകുട്ടിക്ക് ഇനി പുറത്തിറങ്ങി, അതായത് അവളെ അനിയത്തിക്ക് ഇനി പുറത്തിറങ്ങിയാൽ നടക്കണം എന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഇനി ഓരോന്ന് വിചാരിക്കില്ലേ? നാട്ടുകാർ അങ്ങനെ നടക്കുന്ന കുടുംബമാണ്, ഇങ്ങനെ നടക്കണ കുടുംബമാണെന്നൊക്കെ പറഞ്ഞ് ആകെ വയ്യാവേലിയാക്കൂലേ? അവൾക്ക് ഇനി എങ്ങനെ മര്യാദയ്ക്ക് ഒരു അന്തസ്സോടെ എങ്ങനെ മര്യാദയ്ക്ക് ഏട്ടൻ തന്നെ ഇങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അത് മര്യാദയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുക? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. വേറെ ഒന്നും പറയാനില്ല. എന്ത് പറയാനാ? ഇങ്ങനത്തെ നമ്മൾ ഡെയിലി പോണ വഴിക്ക് നമുക്ക് ഓരോണ്ണത്തിനെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലേ നിങ്ങളെന്ന് ചിന്തിച്ച് നോക്കൂ. ഇങ്ങനത്തെ ഓരോരുത്തർ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വന്തം അനിയനോ അനിയത്തിക്കോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങളെന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. വേറെ ഒന്നും പറയാനില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവനൊന്നും മാറാനും പോകുന്നില്ല. ഇവൻ്റെ ഭാര്യയൊക്കെ ഇവൻ്റെ ഒപ്പമുള്ള ഇടത്തോളം കാലം മാറാൻ പോകുന്നില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയും തന്നെ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.